കരുത്തുള്ള വിത്തിൽ നിന്ന് മാത്രമേ ശൗര്യമുള്ള നാമ്പുകൾ പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ. കഥയിലേക്ക് പോകാല്ലേ. ഒരിക്കലൊരു ഗുരു ദൂരയാത്രയാണ്. നടന്ന് ക്ഷീണിച്ച് ഒരു പുഴയുടെ വക്കിലെത്തുക. പുഴവക്കിൽ കണ്ട മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. കാറ്റുണ്ട്. അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് മരത്തിൽ നിന്ന് പഴങ്ങൾ താഴേക്ക് വീണു. അദ്ദേഹം ആ പഴങ്ങളെടുത്ത് കഴിക്കുകയും ആ പുഴയിലെ വെള്ളം കുടിക്കുകയും ആ പുഴവക്കിലുള്ള മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തു. ക്ഷീണം മാറി അദ്ദേഹം യാത്ര തുടങ്ങുവാൻ ആരംഭിച്ചപ്പോൾ ഈ മരത്തെ നോക്കി മരത്തോട് ചോദിച്ചു, ഇത്രയും നേരം എന്നെ വളരെ സന്തോഷത്തോടുകൂടി പരിപാലിച്ച നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? മരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഗുരു, എന്നിൽ കൂടുതൽ മധുരമുള്ള കായ്കൾ ഉണ്ടാകട്ടെ എന്ന്. ഗുരു ചിന്തിച്ചിട്ട് പറഞ്ഞു, വേണ്ട, നിന്റെ പഴങ്ങൾക്ക് ഇപ്പോൾ തന്നെ നല്ല മധുരമുണ്ട്. മരം പറഞ്ഞു, എന്നാൽ എന്നിലെ ഇലകൾ തഴച്ചു വളരട്ടെ എന്ന്. ഗുരു പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, ആവശ്യത്തിനും അധികവും ഇലകൾ ഇടതൂർന്നു നിൽക്കുന്നുണ്ട് നിന്നിൽ. വീണ്ടും മരം ചിന്തിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ വേരുകൾ കൂടുതൽ വെള്ളത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന്. ഗുരു പറഞ്ഞു, അധികമായാൽ അത് വിഷമാണ്. പിന്നീട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് സംശയിച്ചു നിന്ന മരത്തോട് ഗുരു തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന എല്ലാ വിത്തുകളും നല്ല കായ്ഫലങ്ങൾ ഉള്ളതായി തീരട്ടെ എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഉയരുക, നമ്മൾ വളരുക എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം ഉയർച്ചയോ നമ്മുടെ മാത്രം വളർച്ചയോ അല്ല. നാം ഉയരുകയും വളരുകയും ചെയ്യുന്നതോടൊപ്പം നമ്മളോട് കൂടെയുള്ളവർ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ ഉയരുകയും വളരുകയും ചെയ്യുവാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ആയതുകൊണ്ട് ഒന്നാമതായി ഞാൻ ഉയരണം, ഞാൻ വളരണം എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ഞാൻ മാത്രമേ ഉയരാവൂ, ഞാൻ മാത്രമേ വളരാവൂ എന്ന് ചിന്തിക്കുന്നത് തെറ്റ് തന്നെയാണ്. രണ്ട്, ചിലരുണ്ട് കൂടെ നിർത്തും, എന്റെ കൂടെ നിന്ന് വളർന്നാൽ മതി, അല്ലാതെ വേറൊരു ലോകത്തേക്ക് പോയി വളരണ്ട എന്ന് വാശി പിടിക്കുന്നവർ. സഹോദരങ്ങളായിക്കൊള്ളട്ടെ, സഹപ്രവർത്തകരായിക്കൊള്ളട്ടെ, വീട്ടിലുള്ളവരായിക്കൊള്ളട്ടെ, സമൂഹത്തിലുള്ളവരായിക്കൊള്ളട്ടെ, അധികമായി ഉയരണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഞാൻ ഉയർന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്നിൽ കൂടി വളരുന്നവർ, എന്നേക്കാൾ ഉയരുവാൻ ഞാൻ പഠിച്ച വഴികൾ അവർക്ക് ഓതിക്കൊടുക്കുവാൻ മടിയില്ലാത്തവർ. വൃക്ഷത്തെ അതിന്റെ ഫലം കണ്ട് തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ വരും തലമുറയെ വളർത്തുവാൻ, ഉയർത്തുവാൻ, നമ്മളെക്കാൾ ഉയരത്തിലുള്ളവരാക്കുവാൻ തക്കവണ്ണം വലിയ മനസ്സും വിശാലമായ ഹൃദയവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.